വൈകിട്ടത്തൊരു മലയാറ്റൂർ യാത്രയാണ് കേട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ ഉള്ളിൽ സ്ഥലമില്ലാത്ത കാരണം ഞങ്ങൾ പുറത്തിങ്ങനെ സന്തോഷമായിരിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ മലയാറ്റൂർ എത്തിയതും മല കയറാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് വെള്ളമൊക്കെ വാങ്ങണമല്ലോ കയറുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ വെള്ളമൊക്കെ വാങ്ങി. അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വന്നിട്ടില്ലേ, ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ടിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും വിളിച്ച് എല്ലാവരെയും സെറ്റാക്കി. ഇത് ജഗ്ഗുട്ടൻ. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഞാനും അമ്മയും കപ്പലണ്ടി തിന്ന് നടക്കണ ഒരു വീഡിയോ എടുത്തതാന്ന് പറഞ്ഞിട്ട് തത്തു ഞങ്ങൾക്ക് എടുത്തു തന്നതാണ് വീഡിയോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റായിട്ട് അതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഉള്ളിലേക്ക് കയറി നടന്നൊക്കെ തുടങ്ങി. നല്ല ഒരു ആംബിയൻസാണ് അവിടെ. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നടന്ന് കുറച്ചൊക്കെ ക്ഷീണിച്ച് പോയി. എന്നാലും ഞങ്ങൾ തളർന്നില്ല. വീണ്ടും ഇങ്ങനെ നടന്നു. കുറേയൊക്കെ ആയപ്പോൾ എല്ലാവരും കൂടി ഇരിപ്പായി. കാരണം ഇനി വയ്യ നടക്കാൻ, എല്ലാവർക്കും വയ്യാണ്ടായി. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യാണ്ടായി. ഇതേ കണ്ടില്ലേ, ഡാഗിനിയമ്മൂമ്മയുടെ പോലെയാണ് വന്നുകൊണ്ടിരിക്കണത്. പിന്നെ തത്തു ആണെങ്കിൽ എന്തിനാ എൻ്റെ വീഡിയോ എടുക്കണേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവിടെ എത്തി. അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചപ്പോൾ മനസ്സിലൊരു കുളിർമ ലഭിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലത്തെ എൻട്രൻസിലും എല്ലായിടത്തും കയറി. ഒരു ആന കുത്തിയ പള്ളി അങ്ങനെയൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കണ്ടു. പിന്നെ അതിൻ്റെ കുരിശും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരെയും ഒന്ന് നോക്കി വിളിച്ച് അങ്ങനെ മല തന്നെ ഇറങ്ങാം എന്ന് തീരുമാനിച്ച് അങ്ങനെ ഇറങ്ങി. തിരിച്ച് വണ്ടിയിലേക്ക് കയറി. നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് തിരിച്ചു